മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബട്ടർ ഗാർലിക് നാനാണ്. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ഷുഗറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 കപ്പ് ചെറിയ ചൂടുള്ള പാലാണ്. ചെറിയ ചൂടുള്ള പാല് ചേർക്കുന്നത് ഈസ്റ്റ് പെട്ടെന്നൊന്ന് ഫെർമെൻ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വരുന്നതുവരെ ഇത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് നമുക്കിതിലേക്ക് ഇപ്പോൾ തന്നെ മാവ് കൂടി ചേർത്ത് എല്ലാം കൂടി കുഴച്ച് എടുത്ത് വയ്ക്കാം. 2 കപ്പ് മൈദയാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് നമുക്ക് മൈദ വെച്ചിട്ട് മാത്രമല്ല ഗോതമ്പ് പൊടി വെച്ചിട്ട് വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമ്മളിതിലേക്ക് കുഴയ്ക്കാനായിട്ട് ചേർത്തിട്ടുള്ളത് 1 കപ്പ് പാല് മാത്രമാണ്. വേറെ പാലൊന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ല. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഓയിലും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ സമയത്തേന് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും ഇത് ഡബിൾ സൈസായിട്ട് വരും. നമ്മൾ ബട്ടർ ഗാർലിക് നാനാണ് തയ്യാറാക്കുന്നത്. ഞാനിവിടെ 50 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം മല്ലിയില ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. മല്ലിയില ഇല്ലെങ്കിൽ പാഴ്സലി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 ചെറിയ വെളുത്തുള്ളി അല്ലി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാൻ ഈ മാവ് ക്ലിംഗ് ഫിലിം കൂടെ വെച്ച് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. 1 മണിക്കൂറായി നമ്മളിത് വെച്ചിട്ട്. ഇനി ഇത് കൈവച്ച് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിനെ ഒന്നുകൂടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരേ വലിപ്പത്തിലുള്ള 8 പീസുകളായിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഓരോ പീസും എടുത്ത് ഇതുപോലെ ഓരോ ഉരുളകളാക്കി എടുത്ത് വയ്ക്കാം. ഞാനിപ്പം ഇതെല്ലാം ഉരുളകളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു ക്ലിംഗ് ഫിലിം വെച്ച് ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം. 10 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പം ഇത് വീണ്ടും ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പരത്തിയെടുക്കാം. റോളറിലും പരത്തുന്ന പലകയിലും ഒക്കെ ഒരല്പം ഓയിൽ വരട്ടിയിട്ടാണ് ഇത് പരത്തുന്നത്. അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിച്ചിരിക്കും. അല്പം കനം കുറച്ച് പരത്തിയെടുക്കാം. ഇപ്പം ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് ചൂടായ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകൾ വശത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബട്ടറും ഗാർലിക്കും മല്ലിയിലയും കൂടെ ചേർത്തിട്ടുള്ള മിക്സ് ഇതുപോലെ സ്പൂണിലെടുത്ത് ഒന്ന് തേച്ച് കൊടുക്കാം. സ്പൂണോ ബ്രഷോ വെച്ചിട്ട് തേച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 വശം ഇതുപോലെ ഗോൾഡൻ കളറിൽ വന്നു കഴിയുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം. ഇപ്പോൾ നമ്മൾ ആദ്യമേ തയ്യാറാക്കിയ ബട്ടർ ഗാർലിക് നാനിവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഞാനിത് ഗോതമ്പ് പൊടി വെച്ചിട്ട് തയ്യാറാക്കാറുണ്ട്. എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. ഡിന്നറിനായിട്ടാണ് ഞാനിത് തയ്യാറാക്കാറുള്ളത്. ഇതിൻ്റെ കൂടെ ചന്ന മസാലയാണ് സാധാരണ ഞാൻ ഉണ്ടാക്കാറുള്ളത്. രണ്ടും കൂടി നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഞാനിവിടെ എല്ലാം ഞാനും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നാനാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.